വടക്കൻ കേരളത്തിൽ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. ഇരു ജില്ലകളിലും ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് നഗരപ്രദേശങ്ങളിൽ ബുധനാഴ്ച വൈകിട്ട് ആരംഭിച്ച മഴ കൂടിയും കുറഞ്ഞും തുടരുന്നു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ അപകട സാധ്യതാ പ്രദേശങ്ങളിൽ NDRF സംഘം പരിശോധന നടത്തിയിരുന്നു. റെഡ് അലർട്ട് നിലനിൽക്കുന്ന കണ്ണൂരിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊട്ടിയൂർ പാൽച്ചുരം റോഡിൽ മണ്ണിടിഞ്ഞ് വീണ് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. വയനാട് ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. 18 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 208 കുടുംബങ്ങളിലെ 739 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ലക്കിടിയിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. കോഴിക്കോട് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. വടകരയിൽ രാത്രിയിലുണ്ടായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് വൈദ്യുതി വിതരണം നിലച്ചു. ജില്ലയിലെ 3 ക്യാമ്പുകളിലായി 52 കുടുംബങ്ങൾ തുടരുന്നു. വിലങ്ങാട് ശക്തമായ മഴയെ തുടർന്ന് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. വിലങ്ങാട് പുഴയുടെ ഭാഗമായ വാണിമേൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പെരുമണ്ണയിൽ ശക്തമായ കാറ്റിൽ വീട് തകർന്നു. പാറക്കോട്ട് താഴത്ത് അബ്ദുൽ ലത്തീഫിന്റെ വീടാണ് തകർന്നത്. മൊകവൂരിൽ പരസ്യ ബോർഡ് സർവീസ് റോഡിൽ വീണ് ഗതാഗത തടസ്സം നേരിട്ടു. കനത്ത മഴയിൽ താമരശ്ശേരി തച്ചമ്പുയിൽ നേരോംപാറയമൽ മീനാക്ഷിയുടെ വീടിന്റെ മേൽക്കൂര തകർന്നു. മലപ്പുറം, പാലക്കാട് ജില്ലകളിലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.